പ്രിയപ്പെട്ടവരെ, അനശ്വരനായ സഖാവ് കോടിയേരിയുടെ നാമധേയത്തിലുള്ള വേദിയിലാണ് ഇന്ത്യൻ യുവത്വത്തിന്റെ സമരരൂപമായ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മളിവിടെ ഒത്തുകൂടുന്നത്. തലശ്ശേരി സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെ ചരിത്രത്തിൽ മാഞ്ഞുപോകാത്ത മുദ്രകൾ പതിപ്പിച്ച പ്രൗഢമായ ചരിത്രമുള്ള ഒരു നാടാണ്. തലശ്ശേരി കേരള രാഷ്ട്രീയത്തിന് നൽകിയ ഏറ്റവും കരുത്തുറ്റ സംഭാവനയായിരുന്നു സഖാവ് കോടിയേരി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. ഡിവൈഎഫ്ഐ എന്ന 4 അക്ഷരങ്ങൾ യുവത്വം എന്ന വാക്കിന്റെ പര്യായപദമായി മാറിയിട്ട് 4.5 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. കഴിഞ്ഞ 10-45 വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ യുവത്വത്തിന്റെ മറുപേരാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ എന്നാൽ ഊർജ്ജസ്വലമായ, സമർപ്പിതമായ, ത്യാഗസന്നദ്ധരായ യുവത്വമാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ മിക്ക സന്ദർഭങ്ങളിലും ദിശാസൂചിയായി മാറിയിട്ടുള്ള മഹാപ്രസ്ഥാനമായി ഡിവൈഎഫ്ഐയെ കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റവും കൂടുതൽ ആളുകളെ ഒരേ സമയം അണിനിരത്തിയ രാഷ്ട്രീയ ക്യാമ്പയിനായി ഇന്നും ചരിത്രം ഓർമ്മിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ 1987 മനുഷ്യച്ചെങ്ങലയാണ്. മനുഷ്യച്ചെങ്ങല എന്ന ക്യാമ്പയിൻ രൂപം നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ഡിവൈഎഫ്ഐ സംഭാവന ചെയ്തതാണ്. അങ്ങനെ ഓരോ ചരിത്രഘട്ടങ്ങളിലും അതത് കാലത്തെ യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ആവിഷ്കരിച്ച സമര സംഘടനാ രൂപങ്ങൾ, സവിശേഷമായ ക്യാമ്പയിനുകൾ, കേരള ചരിത്രത്തിലെ, രാജ്യചരിത്രത്തിലെ സുപ്രധാനമായ ഇടപെടലുകൾ, അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റം, അത്തരം കാര്യങ്ങളുടെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചരിത്ര വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരുപോലെ പഠന വിഷയമാക്കാവുന്ന മഹത്തായ ഒരു ചരിത്രമാണ് ഡിവൈഎഫ്ഐയുടേത്. ഈ കണ്ണൂരിനപ്പുറത്ത് കാസർഗോഡ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഒരു നാടിന്റെ സ്വപ്നങ്ങൾക്ക് മേൽ അമ്മളമഴയായി പെയ്തിറങ്ങിയ കാലത്താണ് അതിനെതിരായ കുരിശുയുദ്ധം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത്. അതിന്റെ പരിണിതി നാടിന് ബോധ്യമുള്ളതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. സുപ്രീം കോടതിയുടെ മുൻപാകെ ഡിവൈഎഫ്ഐ നടത്തിയ ആ നിയമയുദ്ധമാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംബന്ധമായ നിയമയുദ്ധമായി ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യക്ക് തന്നെ വില പറയാൻ ശേഷിയുള്ള കീടനാശിനി കമ്പനിയോട്, ആ കോർപ്പറേറ്റ് ലോബിയോട്, അവർക്ക് സകല പിന്തുണയുമായി അണിനിരന്ന ഇന്ത്യ ഗവൺമെന്റിനോട് ഒറ്റയ്ക്ക് സുപ്രീം കോടതിയിൽ പൊരുതിയത് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയായിരുന്നു. ഐതിഹാസികമായ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐ വിജയിക്കുകയും കീടനാശിനി കമ്പനി ഒരു ചെറിയ കമ്പനിയല്ല, ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയാധികാരങ്ങളെ നിർണയിക്കാൻ ശേഷിയുള്ള കീടനാശിനി ലോബി, അവരെ പിന്തുണച്ച ഇന്ത്യ ഗവൺമെന്റ് പരാജയപ്പെടുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. അത്തരത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത എത്രയെത്ര മഹത്തായ ഇടപെടലുകളാണ് ഡിവൈഎഫ്ഐ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത്. അത്തരം സമരമുഖങ്ങളിലെല്ലാം ഡിവൈഎഫ്ഐ തനിച്ചായിരുന്നു. മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുൻപിൽ മാത്രം ജീവൻ വയ്ക്കുന്ന സംഘടനകളെ അവിടെ ഒന്നും നമ്മൾ കണ്ടിട്ടേയില്ല. മഹത്തായ നിയമ പോരാട്ടം നടക്കുന്ന നാളുകളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന്റെ മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗത്യന്തരമില്ലാതെ പറഞ്ഞു,
ഈ കേസിൽ ഞങ്ങളും കക്ഷി ചേരും. അത് കഴിഞ്ഞിട്ടിപ്പോ വർഷങ്ങളേറെ കഴിഞ്ഞു. ഇന്നുവരെ ഒരു മാധ്യമവും നിങ്ങൾ കക്ഷി ചേർന്നോ എന്ന് ചോദിച്ചിട്ടില്ല. അതാണ് കേരളത്തിലെ വലതുപക്ഷ സംഘടനകളുടെ പ്രിവിലേജ്. ആ ചോദ്യം ചോദിക്കാൻ അറച്ചു നിൽക്കുന്നു ഈ നാട്ടിൽ പലരും. അതിപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകും എന്നൊരു നാടിനെ തെറ്റിദ്ധരിപ്പിച്ച് കോടികൾ പിരിച്ച ശേഷം വീട് പണി തുടങ്ങി എന്ന് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത കള്ളം പറയാൻ മടി കാണിക്കാത്തയാളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ എപ്പോ ആ വീട് പണി തുടങ്ങും എന്ന് ചോദിക്കാനുള്ള കരുത്ത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇനിയെങ്കിലും കാണിക്കണം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്നേയുള്ളൂ. പറഞ്ഞു വന്നത് കാട്ടുപുല്ലുകൾക്കിടയിലെ കർപ്പൂരപുല്ല എന്ന പോലെ രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായി അരാജക പ്രവണതകളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ള യൗവനത്തിന്റെ മുൻപിൽ ശരിയായ ദിശ ചൂണ്ടിക്കാണിക്കുന്ന ദിശാസൂചിയായി എല്ലാം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ആ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഈ ചരിത്ര നഗരിയിൽ ഇപ്പോൾ പൂർണ്ണമാവുന്നത്. പുതിയ നേതൃത്വത്തെ, പുതിയ ഭാരവാഹികളെ, പുതിയ കമ്മിറ്റിയെല്ലാം തീരുമാനിച്ച് ഏറ്റവും ഉയർന്ന അച്ചടക്കത്തോടെ, ലക്ഷ്യബോധത്തോടെ ജില്ലാ സമ്മേളനത്തിന് ഇവിടെ സമാപനം കുറിക്കുന്നത്. ഈ യുവജനങ്ങളിലാണ് നമ്മുടെ നാടിന്റെ പ്രതീക്ഷ. നാളെ കടുത്ത പ്രതിസന്ധികളിൽ ഈ നാടിന് വഴികാട്ടേണ്ടവർ ഇവരാണ്, ഈ യൗവനം. ലോകത്തിലെല്ലായിടത്തും യുവത്വമാണ് വഴികാട്ടികളായി ചരിത്രത്തിൽ മാറിയിട്ടുള്ളത്. പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ, പുതിയ ചുവടുവയ്പ്പുകൾ, പുതിയ മുദ്രാവാക്യങ്ങൾ, അതെല്ലാം ലോകത്തിന് സംഭാവന ചെയ്തത് യൗവനമാണ്. 848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ മാർക്സിന് 30 വയസ്സാണ്. 30 വയസ്സാണ്. അദ്ദേഹത്തോടൊപ്പം അതിൽ പങ്കാളിയായ എംഗൽസിന് 28 വയസ്സായിരുന്നു. ആ രണ്ടുപേരാണ് ലോക രാഷ്ട്രീയത്തിന്റെ ദിശയെ നിർണയിച്ച, മഹത്തായ ആശയങ്ങളെ പ്രതിഫലിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത്. ഇത് ചരിത്രത്തിലെ ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ചന്ദ്രശേഖർ ആസാദുമെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങൾ എന്ന പോലെ ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, മഹാവിപ്ലവകാരികൾ. എല്ലാവരും 25 വയസ്സിൽ താഴെയായിരുന്നു പ്രായം. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളികളായി കഴുമരത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരദേശാഭിമാനികൾ, മഠത്തിലെ പൂവും ചിരികണ്ഠനും കുഞ്ഞമ്പൂവും അബൂബക്കറും എല്ലാം സമ്പൂർണമായി യൗവനത്തെ പ്രതിനിധീകരിച്ചവരായി. നല്ല ചെറുപ്പക്കാർ, എല്ലാം ഒരു 10-25 വയസ്സ്, അതിന്റെ പരിസരങ്ങളിൽ പ്രായമുള്ളവർ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാനവവിഭവശേഷി മന്ത്രാലയം 3 വോള്യങ്ങളുള്ള ഒരു പുസ്തകത്രയം പുറത്തിറക്കുകയുണ്ടായി. ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്നാണ് അതിന്റെ പേര്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരന്ന് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് അതിന്റെ ഉള്ളടക്കം, മറ്റൊന്നുമില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയായി നൽകിയ ധീരദേശാഭിമാനികളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് അതിന്റെ ഉള്ളടക്കം. അത് 3 തടിച്ച പുസ്തകം നിറയുണ്ട്. അത്രയും മനുഷ്യരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ഞാനിവിടെ കാര്യം സൂചിപ്പിക്കാൻ കാരണം, ആ പുസ്തകത്രയത്തിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവും അതിൽ 90% ആളുകൾ 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു എന്നതാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇളം ജീവന്റെ വിലയാണ്. അപ്പോ യൗവനത്തിന്റെ സമരതീക്ഷ്ണമായ ഇടപെടലുകളാണ്, ത്യാഗസന്നദ്ധതയാണ്, വീരസാഹസികതയാണ്
ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ ഇന്ത്യയുടെയും ഭാഗധേയം നിർണയിച്ചത്, രാജ്യത്തിന്റെ ദേശീയ വിമോചനം സാധ്യമാക്കിയത്, ആ മഹത്തായ ഉത്തരവാദിത്വങ്ങളാണ് ആ കാലഘട്ടത്തിൽ യുവജനങ്ങൾ ഏറ്റെടുത്തതെങ്കിൽ ഇന്നത്തെ കാലത്ത് ആ യുവജന പ്രസ്ഥാനത്തെ നയിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. ഒരാധുനിക കേരളം യാഥാർത്ഥ്യമാക്കാൻ, വലതുപക്ഷത്തിന്റെ ജീർണതകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ, ശരിയായ രാഷ്ട്രീയ പാതയിലേക്ക് സമൂഹത്തെ നയിക്കാനെല്ലാം ഡിവൈഎഫ്ഐക്ക് കഴിയുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. വർത്തമാനകാല കേരളീയ പരിസരത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരെല്ലാം പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നുണ്ടാവും. നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. കേരളത്തോടൊപ്പം കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ. ഈ 5ഇടത്തെയും ജനവിധി ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തുന്നതല്ല. അതാണ് വസ്തുത. ഒപ്പം സംഘപരിവാർ മുൻപോട്ട് വയ്ക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ ശക്തിമത്തായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്ന 3 സംസ്ഥാന ഗവൺമെന്റുകൾ, ആ 3 സംസ്ഥാന ഗവൺമെന്റുകൾക്കും തിരിച്ചടി നേരിട്ടു. കേരളവും തമിഴ്നാടും ബംഗാളും. ആസാമിലും പോണ്ടിച്ചേരിയിലും നേരത്തെ ഞാൻ പറഞ്ഞ രാജ്യവിരുദ്ധരെന്ന് വിശേഷിപ്പിക്കാവുന്ന വിദ്വേഷത്തിന്റെ ശക്തികൾക്ക് തന്നെ സ്വാധീനമുറ. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ മാത്രം ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും വലതുപക്ഷവും തീവ്ര വലതുപക്ഷവുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വസ്തുത നാം കാണേണ്ടതുണ്ട്. ജപ്പാനിൽ, ഹംഗറിയിൽ, ബ്രിട്ടനിൽ, ബംഗ്ലാദേശിൽ, നേപ്പാളിൽ, ഈ രാജ്യങ്ങളിലെല്ലാം ബ്രിട്ടൻ ഒഴികെയുള്ളയിടത്ത് അവരുടെ പാർലമെന്റുകളിലേക്കും ബ്രിട്ടനിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എല്ലായിടത്തും വലതുപക്ഷം തെരഞ്ഞെടുക്കപ്പെടുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. ചിലയിടത്ത് വലതുപക്ഷം പരാജയപ്പെട്ടിടത്ത് തീവ്ര വലതുപക്ഷം വന്നു. അതാണ് അനുഭവം. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ലോകം അവസാനിച്ചു പോകില്ല. തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ ഉണ്ടാവും. വിവിധ സന്ദർഭങ്ങളുടെ പ്രത്യേകതകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചിലപ്പോഴെല്ലാം വലതുപക്ഷ ശക്തികൾ മേൽക്കൈ നേടിയെന്ന് വരും. അതിന്റെ അർത്ഥം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടമായി എന്നല്ല. കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രിയയിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പുറത്തു വന്നത്. അതങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിൽ ഓരോ ഇടത്തും തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ റിസൾട്ടുകൾ ഉണ്ടാവും. ഓരോ തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവും ശരിയായി വിശകലനം ചെയ്ത് ശരിയായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. നമുക്ക് കേരളത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു ദശാബ്ദം നീണ്ട ഇടതുപക്ഷ ഭരണത്തിന് ശേഷം ഇവിടെ ഇപ്പോ ഒരു ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് അവസാനത്തെ ജനവിധിയാണ് എന്ന വിധത്തിൽ ജനങ്ങൾ ശരിയായ വിലയിരുത്തൽ വിധിയെഴുത്ത് നടത്തി. അതുകൊണ്ട് സമ്പൂർണമായി എല്ലാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിനെയും തൊഴുത് നമസ്കരിച്ച് കുമ്പിട്ട് നിൽക്കണമെന്ന വിധത്തിലാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ, തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ അതിന്റെ അർത്ഥവ്യാപ്തിയിൽ തന്നെ സ്വീകരിക്കുക എന്നതാണ് പതിവുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് വിധിയെടുത്ത് എന്തായാലും സ്വീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയായ ഏതൊരാൾക്കും മത്സരിക്കുന്നവർ, വോട്ട് ചെയ്യുന്നവർ, മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ
തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് എന്തായാലും അത് അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് കേരളത്തിലെ ഈ ജനവിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. ഒരു സംശയവുമില്ല, നമ്മൾ അംഗീകരിക്കുന്നു. ആ ജനവിധിയെ സ്വീകരിക്കുന്നു. അതിന്റെ അർത്ഥം ആ ജനവിധി സമ്പൂർണമായും സ്വാഗതം ചെയ്യപ്പെടേണ്ട ജനവിധിയാണ്, അതിന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമെന്നല്ല. അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ. എന്തുകൊണ്ടല്ല? ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായ എല്ലാ ജനവിധികളും മഹത്തരമാണ് എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഈ കഴിഞ്ഞ 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലായി സംഘപരിവാരം ഇന്ത്യയിൽ ജയിച്ചു വന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിലെ ജനവിധി ഉദാത്തമായിരുന്നുവോ? മഹത്തരമായിരുന്നുവോ? ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണോ? ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറയെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണോ? ഇന്ത്യയിലെ ആ ജനവിധിയെ ആ അർത്ഥത്തിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുമോ? അതാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ മറുപടി പറയേണ്ട ചോദ്യം. അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താണ്? നമ്മൾ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ച കൂട്ടരാണ്, ആ പ്രക്രിയയിൽ പങ്കാളികളായവരാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ നമ്മൾ ജയിച്ചാൽ അംഗീകരിക്കും, തോറ്റാൽ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് ജനാധിപത്യ മര്യാദയല്ല. അപ്പോ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും അത് അംഗീകരിക്കും, അതിനെ മാനിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നമ്മൾ അംഗീകരിക്കുന്നു, എന്നാൽ സ്വാഗതം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നില്ല? ഇന്ത്യയെ പോലൊരു ബഹുസ്വര രാഷ്ട്രത്തെ ലോകരാജ്യങ്ങളുടെ മുൻപാകെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കും വിധം മതനിരപേക്ഷതയുടെ അടിത്തറയിൽ നിന്ന് നയിക്കാൻ ശേഷിയുള്ളവരല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്, സംഘപരിവാരമാണ്. RSS നിയന്ത്രിത ഗവൺമെന്റാണ് വന്നത്. അത് ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തും. ഈ രാജ്യത്തെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്കും ആശങ്കയിലേക്കും ആ ജനങ്ങളെ തള്ളിയിടുകയാണ്. SIR ഉൾപ്പെടെ ഇപ്പൊ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുൻപാകെ ഒരു ചോദ്യചിഹ്നമായി പരിണമിച്ചിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു സംഘപരിവാരം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിധി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സഹായകരമായ ഒരു വിധിയല്ല. ആ തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കുമ്പോഴും മതനിരപേക്ഷതയും ജനാധിപത്യവുമെല്ലാം ശക്തിപ്പെടുത്തുന്ന ജനവിധിയിലേക്ക് കടന്നു വരാൻ ഇന്ത്യയിലെ വോട്ടർമാർ ഇനിയും കരുത്തു നേടേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് രാഷ്ട്രീയമായി സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോഴും 10 വർഷം അധികാരത്തിൽ നിന്ന് LDF-ന്റെ സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ പൂർവ്വ മാതൃകകളില്ലാത്ത മഹത്തായ ചുവടുവയ്പ്പുകൾക്ക് നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വന്നതുകൊണ്ട് ആ സർക്കാരിനെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്തുകൊണ്ടില്ല? എക്കാലത്തും മാനിക്കപ്പെടേണ്ട, അംഗീകരിക്കപ്പെടേണ്ട ഉദാത്തമായ മാതൃകകൾക്ക് ചിലതിനെങ്കിലും തുടക്കം കുറിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞു. ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ലെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സാധാരണ ഇതുവരെയുള്ള അനുഭവം, രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രകടന പത്രികകൾ പുറത്തിറക്കും. ഞങ്ങൾ ജയിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറക്കും. ഇതായിരുന്നില്ലേ അനുഭവം? BJP-യുടെ നേതാവ് ശ്രീമാൻ PS ശ്രീധരൻപിള്ളയോട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മാധ്യമ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കടകവിരുദ്ധമായി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, പ്രകടന പത്രികയോ, അതൊരു കോമഡിയല്ലേ എന്നാണ്. മലയാള മനോരമയിൽ അങ്ങനെ അച്ചടിച്ചു വരികയുണ്ടായി. അതായിരുന്നു സ്ഥിതി. എന്നാൽ പ്രകടന പത്രിക എന്നത് ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വോട്ടർമാരുടെ മുൻപാകെ വയ്ക്കുന്ന ആധികാരിക രേഖയാണെന്നും അത് കോമഡി അല്ലെന്നും, തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പ്രകടന പത്രികയോട് നീതി പുലർത്തിക്കൊണ്ട് നയങ്ങൾ ആവിഷ്കരിക്കണമെന്നും ഓരോ വർഷവും പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പുരോഗതി ജനങ്ങളുടെ മുൻപാകെ രേഖാമൂലം
നൽകണമെന്നുമുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചു. നല്ലതോ ചീത്തയോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. രാഷ്ട്രീയത്തെ മൂല്യവത്താക്കി മാറ്റാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നിലവാരമുയർത്താൻ, ജനങ്ങളോടുള്ള പ്രതിബദ്ധത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ സഹായകരമായ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പിന് നേതൃത്വം കൊടുത്തത് LDF സർക്കാരാണ്. ഇനി വരുന്ന സർക്കാരുകൾ ഏത് സർക്കാരായാലും ഈ പാത പിന്തുടരാൻ അവർ ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുക. ഇങ്ങനെ എത്രയെത്ര പുതിയ സംസ്കാര രീതികൾ, പുതിയ രാഷ്ട്രീയ സംസ്കാരം നമ്മൾ കൊണ്ടുവന്നു. വൻകിട വികസന പ്രവർത്തനവും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി അനുഭവപ്പെടുന്ന ക്ഷേമ പദ്ധതികളും രണ്ടും സമന്വയിപ്പിക്കാൻ LDF സർക്കാർ ശ്രമിച്ചു. ദേശീയപാത വികസനവും മലയോരപാതയും തീരദേശപാതയും K4ഉം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും എന്നിങ്ങനെ വൻകിട പദ്ധതികൾ ആവിഷ്കരിച്ചതിന് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും നമ്മൾ യാഥാർത്ഥ്യമാക്കി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, പള്ളിക്കൂടവും ആശുപത്രിയും നന്നാക്കി. ഇതെല്ലാം സമന്വയിപ്പിക്കണം എന്ന പുതിയ കാഴ്ചപ്പാട്. വൻകിട വികസന പ്രവർത്തനവും ജനക്ഷേമ പദ്ധതികളും സമന്വയിപ്പിക്കുക. ആ സമന്വയം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു കേരളത്തിന്റെ മണ്ണിൽ. മഹാദുരന്തങ്ങൾ ഈ നാടിന് നേരെ വരുമ്പോ മഹാപർവ്വതം കണക്കെ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ നേരിട്ട് നേതൃത്വം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ലോകത്തിന്റെ മുന്നിൽ അക്കാര്യത്തിൽ നമ്മൾ മാതൃകയായി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് മത്സരിക്കാൻ കഴിയും വിധം ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനമെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം ചെയ്താൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചോളണമെന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെന്ന് കരുതി ഇങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇനി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോഴും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമവും നാടിന്റെ വികസനവും തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ മുഖമുദ്ര എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഏറ്റവും ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ പറ്റില്ല. ചില തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ തെറ്റായ സമീപനങ്ങൾ ജയിച്ചു എന്ന് വരും. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് തെറ്റ് ശരിയാവില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ട് ശരി തെറ്റാവുകയുമില്ല. തെറ്റിനെയാണ് ശരിയായി കരുതിയതെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോ ആവശ്യമായ തിരുത്തലുകൾ അവർ വരുത്തും. ഇത് പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷം ഒരിക്കലും തെറ്റുപറ്റാത്തൊരു വിഭാഗമാണ് എന്ന മേനി നടിക്കലല്ല. അങ്ങനെയില്ല. നമുക്കും തെറ്റുകൾ പറ്റാം. അമാനുഷരല്ലോ, മനുഷ്യരിൽ അമാനുഷരില്ല. നമുക്കെല്ലാം തെറ്റുപറ്റാം. ചിലപ്പോ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യം വിപരീത ഫലമുണ്ടാക്കിയേക്കാം. 1000 ശരികൾക്കിടയിൽ ഒരര തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടാവാം. ഒരു ദുരഭിമാനവുമില്ലാതെ പറ്റിയ തെറ്റുകൾ തിരുത്താനുള്ള ആർജവം, കരുത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ട്. ജനങ്ങളിൽ നിന്ന് പഠിക്കും. തിരുത്തണമെന്ന് ജനം പറഞ്ഞാൽ തിരുത്തും. പക്ഷേ ജനങ്ങൾക്കിടയിൽ വ്യാമോഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം നിന്ന് അത് തിരുത്തുകയും ചെയ്യും. അങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള ദിശയിലാണ് ഇതുവരെ ഇടതുപക്ഷം മുൻപോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമായിട്ടല്ല, മറിച്ച് ഒരനുഭവമായാണ് സ്വീകരിക്കുന്നത്, പരിഗണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുകയാണ് ചെയ്യുക. മാർക്സ് തന്നെ പറയുന്നുണ്ട്, മഹാവിജയങ്ങളിൽ നിന്നും മാത്രമല്ല പരാജയങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടാണ് ഈ പ്രത്യയശാസ്ത്രം കരുത്തു നേടുക, മുൻപോട്ട് പോവുക. ഇപ്പോ കേരളത്തിൽ തന്നെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്തെന്ത് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, എത്രയെത്ര അനുഭവങ്ങൾ. ഇതിനേക്കാൾ ആഘാതമേറിയ തോൽവികളെ നേരിട്ടിട്ടില്ലേ? ഉണ്ട്. തിരിച്ചു വന്നിട്ടില്ലേ? വന്നിട്ടുമുണ്ട്.
1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്ക് കിട്ടിയത് 0 സീറ്റായിരുന്നു. 0. ഇപ്പൊ 1 സീറ്റ് ഉണ്ട്. അന്ന് അതും ഉണ്ടായിരുന്നില്ല. 0 സീറ്റ്. ഇടതുപക്ഷത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് കണക്ക് കൂട്ടിയവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് 3 വർഷം തികയുന്നതിന് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് E.K. നായനാർ എന്നായിരുന്നുവെന്ന് ഈ നാട് അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട്. 80 ആ ഗവൺമെന്റ് 82 പോയി. 82 ഇടതുപക്ഷം തോറ്റു. നല്ല തോൽവി. A.K. ആന്റണി ആവേശഭരിതനായി. അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു 100 വർഷത്തേക്ക് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല. 1982 A.K. ആന്റണിയുടെ പ്രവചനമായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇടതുപക്ഷത്തിന്റെ കേരള ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയമെന്ന് പലരും വിശേഷിപ്പിക്കുന്ന മഹാവിജയം 87 അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ചലനമറ്റു നിൽക്കുന്നതല്ല രാഷ്ട്രീയം, സമൂഹം, കാലം. അത് മുന്നേറിക്കൊണ്ടേയിരിക്കും. ശരിയായ രാഷ്ട്രീയ നിലപാടുകളോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടാകെ അണിനിരക്കും. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ജനങ്ങളും തെറ്റു തിരുത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോകുക. അത് സാർവദേശീയമായ ഒരു പ്രതിഭാസമാണ്. പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ നമ്മളെല്ലാം എല്ലായ്പ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷമെന്നാൽ അണുമാത്ര പോലും പിശക് പറ്റാത്തവരായി ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. അതാണ്. വലതുപക്ഷത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രിവിലേജ് ഉണ്ട്. അപ്പൊ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അതാണ്. ഇപ്പൊ വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ വീട് നൽകി സഹായിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് അത് മോഷ്ടിച്ചതിനെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു വലിയ പ്രശ്നമായി നമ്മുടെ സമൂഹം കണക്കാക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കളവ് അനുവദനീയമായൊരു കാര്യമാണ്. അവരെങ്ങനെ ചെയ്താലും നമ്മുടെ സമൂഹം അവരോട് പുറത്തു കൊടുക്കും. എന്നാൽ ഒരു പൈസയുടെയെങ്കിലും ഒരു ക്രമക്കേട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കഠിനമായി നമ്മളെ ശിക്ഷിക്കും. അതാണ് കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, മൺമറഞ്ഞു പോയ കോൺഗ്രസിന്റെ കേരളത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവ് ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ഇതിനോടകം 4 തവണ പണം പിരിച്ചു. 4 തവണ പണം പിരിച്ചു. ഒരു ചെറിയ കല്ലുപോലും അവിടെ വെച്ചിട്ടില്ല. 5-ാം തവണ പണം പിരിക്കാൻ പോവുകയാണിപ്പോ. 5-ാം തവണയും പണം പിരിക്കും. ജനങ്ങൾ പൈസ കൊടുക്കും. ഈ കൊടുക്കുന്ന ജനങ്ങൾക്കറിയാം ഈ പൈസ മോട്ടിക്കും. അത് അറിഞ്ഞോട്ട് കൊടുക്കുകയാണ്. 6-ാം തവണ ഇനിയും പിരിക്കാൻ വരും എന്നവർക്കറിയാം. പക്ഷെ അത് കോൺഗ്രസിന് അനുവദനീയമാണ്. വയനാട് മുണ്ടക്കൈയിൽ ദുരന്ത ബാധിതരെ വീട് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിരിച്ചതിനെ കുറിച്ച് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഒരു തറക്കല്ലിടൽ നാടകം നടത്തിയതിനെ കുറിച്ച് ഈ സമൂഹത്തിൽ ചർച്ച നടക്കുമ്പോ കോൺഗ്രസിന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം ഇനി അധികം പറയാനൊന്നും പോണ്ട. എന്തുകൊണ്ടാണ്? ഇത് സമൂഹത്തിന് അറിയാം. ഞങ്ങൾ വീട് വെച്ചു കൊടുത്തില്ല എന്ന് നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അവര് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ഒരു തറക്കല്ലിട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തറക്കല്ലെങ്കിലും ഞങ്ങൾ ഇടുന്നത്. അപ്പൊ അത് ഒരു പുതിയ കാര്യമാണ്. സാധാരണ ഞങ്ങൾ തറക്കല്ലേ ഇടാറില്ല. അതാണ് നമ്മുടെ സമൂഹം. പക്ഷെ ഇടതുപക്ഷത്തോ ഒരു കടുകുമണിയോളം പോലും തെറ്റ് ഇടതുപക്ഷത്തുണ്ടാവരുത് എന്ന് സമൂഹത്തിന് നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് പൊറുക്കില്ല. അത് പൊറുക്കില്ല. അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. നിരാശപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ്സുകാരെ നോക്കൂ. ഈ തീവട്ടിക്കൊള്ള മുഴുവൻ നടത്തിയിട്ടും അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ലോകൈക കള്ളന്മാരായിട്ടും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു.
അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. കാരണം എന്താണ്? അവരല്ല നമ്മൾ എന്നതാണ് അതിന്റെ വ്യത്യാസം. അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷമെന്നാൽ ഒരു നേരിയ തെറ്റിന്റെ പോറൽ പോലും ഏൽക്കാതെ ഈ സമൂഹത്തിൽ നിൽക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇടതുപക്ഷത്തിൽ അവരർപ്പിച്ച വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അതിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് സമൂഹം ഒന്നടങ്കം നമ്മുടെ പിന്നിൽ അണിനിരക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയം നേരത്തെ ഞാൻ പറഞ്ഞ ഘടകങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ശരിയായ സ്വയം വിമർശനത്തിന് നമ്മളും വിധേയമാക്കും. ഇത്തരത്തിൽ ചരിത്രത്തിൽ ഒരു കാലത്തും മാഞ്ഞു പോകാത്ത മഹാവികസനങ്ങളുടെ തുടർക്കഥകൾക്ക് നാം നേതൃത്വം കൊടുത്തിട്ടും ക്ഷേമ പദ്ധതികളെല്ലാം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് എത്തിച്ചു നൽകിയിട്ടും ആശുപത്രികളുടെയും പള്ളിക്കൂടങ്ങളുടെയും ഉൾപ്പെടെയുള്ള ജനങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന മേഖലകളിലെല്ലാം ലോകോത്തരമായി നാം ഉയർന്നു നിന്നിട്ടും നാം പരാജയപ്പെട്ടു പോയത് എന്തുകൊണ്ട് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും ഈ മഹത്തായ വിജയഗാഥകൾക്കിടയിൽ എവിടെയെങ്കിലും ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടോ, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യങ്ങളിൽ എവിടെയെങ്കിലും വിപരീതമായ ഫലം ഉണ്ടായിപ്പോയോ എന്ന് പരിശോധിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇടതുപക്ഷം. അത്തരം പരിശോധനകളിലൂടെ നേരിയ പിശകുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതും പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ ഈ നാടിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്വന്തമെന്ന വാക്കുമറന്ന് നാം മുൻപോട്ട് പോകും. ഒരു സംശയവും വേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് പരാജയവും നമ്മളെ നിരാശപ്പെടുത്തില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടിപ്പോ ഒരു മാസവും 10-12 ദിവസവുമായി. മെയ് 18 തോന്നുന്നു, അല്ലെ? മെയ് 18 വരുന്നത്. മെയ് 18. ഒരു ഗവൺമെന്റിനെ വിലയിരുത്താൻ ഈ സമയം പോരാ. നമ്മൾ എതിർക്കുന്ന വിഭാഗമാണെന്നതുകൊണ്ട് ഞാനവരെ ഈ ഘട്ടത്തിൽ ആക്ഷേപിക്കാനോ ഒന്നും മെനക്കെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതേ ഉള്ളൂ, ഭരിക്കട്ടെ. വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. പക്ഷേ പുതിയ സർക്കാരിന്റെ ദിശ മനസ്സിലാക്കാൻ, ഈ സർക്കാർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ യാത്രയുടെ അവസാനം വരെ കാത്തിരിക്കണ്ട. എങ്ങോട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് വാഹനം നോക്കിയാൽ മതി. ആ സൂചന പക്ഷേ ഒട്ടും ശുഭകരമല്ല. കേരളത്തിലെ UDF വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്നവരെ പോലും നിരാശയിലാഴ്ത്തുന്ന നിലയിലാണ് ഈ സർക്കാരിന്റെ ആദ്യ സൂചനകൾ. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം നേരത്തെ അരക്ഷിതാവസ്ഥയുടേതാണ്, വിദ്വേഷത്തിൻ്റെതാണ്. SIR-ഉം CAA എല്ലാം ഭാവിയിൽ അനഭിമതരെ രാജ്യത്തിന്റെ പുറത്തേക്ക് ആട്ടിയോടിക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുന്ന സംഘപരിവാരത്തിന്റെ ഗൂഢ അജണ്ടകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനോട് പൊരുതി നിന്ന നാടാണ് ഈ കേരളം. സംഘപരിവാർ ഫാസിസത്തോട്, കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തോട് ഇഞ്ചോടിഞ്ചും പൊരുതി നിന്ന ഇന്ത്യയിലെ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്നു ഈ കേരളം. പക്ഷെ പുതിയ സർക്കാർ വന്നപ്പോഴോ സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം മുതൽ മാറ്റത്തിന്റെ കാറ്റ് വീശി. എന്തു മാറ്റം? വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടു. വന്ദേ മാതരത്തോട് ആർക്കും വിരോധമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ സാഹിത്യ ചരിത്രത്തിൽ വന്ദേ മാതരത്തിന് ഒരു ഇടമുണ്ട്. എന്നാൽ വന്ദേ മാതരത്തിലെ ചില വരികൾ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നതല്ല എന്ന വിലയിരുത്തലിന്റെ ഭാഗമായി രാഷ്ട്രശില്പികളായ ഇന്ത്യയുടെ മഹാനേതൃത്വം ഭരണഘടനാ നിർമ്മാണ വേളയുടെയൊക്കെ സന്ദർഭത്തിൽ തന്നെ ഒരു പൊതു തീരുമാനത്തിലെത്തി. വന്ദേ മാതരത്തിന്റെ ആദ്യ വരികൾ ദേശീയ ഗീതമായി നിലനിർത്താം, അത് മതി. മുഴുവൻ വേണ്ട, ആദ്യ വരി മതി. അതാണ് തീരുമാനം, ഇന്ത്യയുടെ തീരുമാനം. ഇപ്പൊ RSS തീരുമാനിച്ചിരിക്കുന്നു, അതുപോരാ, മുഴുവൻ ചൊല്ലണം. അത് RSSന്റെ തീരുമാനമാണ്, മുഴുവൻ ചൊല്ലണം. വന്ദേ മാതരവും ജയ് ശ്രീറാം എന്ന വാക്കും ഇന്നത്തെ ഇന്ത്യയിൽ RSS
തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നേർക്ക് പുറപ്പെടുവിക്കുന്ന ഒരു മരണ വാറണ്ടായി മാറി. അതാണ് യാഥാർത്ഥ്യം. കൊല്ലാനുള്ള ഒരു ആയുധമായി ഇപ്പോ വന്ദേ മാതരത്തെ RSS ഉപയോഗിക്കുകയാണ്. ഗുജറാത്തിലെ വംശഹത്യയുടെ നാളിൽ കൊല്ലപ്പെട്ട ഇസാൻ ജാഫറിയുടെ അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, വയോധികനായ കവിയായ ഇസാൻ ജാഫറി. അദ്ദേഹത്തെ കൊല്ലാൻ പാഞ്ഞെടുത്ത വർഗീയവാദികൾ ആജ്ഞാപിച്ചത് ഈ വന്ദേ മാതരം ചൊല്ലാനാണ്. വന്ദേ മാതരം ചൊല്ലണം. അദ്ദേഹം വഴങ്ങിയില്ല. ഓരോരുത്തരുടെയും നിലപാടാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പുറം ലോകത്തെത്തിയ വസ്തുതാന്വേഷണ സംഘം പുറത്തുവിട്ട വിവരം ഹൃദയഭേദകമാണ്. ആ വന്ധ്യവയോധികനെ നഗ്നനാക്കി നടത്തിക്കൊണ്ടുവന്ന് വന്ദേ മാതരം ചൊല്ലാൻ ആജ്ഞാപിച്ച് വഴങ്ങാതെ നിന്നപ്പോൾ ആദ്യം വിരലുകൾ മുറിച്ചു കളഞ്ഞു, പിന്നെ കൈ വെട്ടിമാറ്റി, കാല് വെട്ടിമാറ്റി, ആളുന്ന അഗ്നിയിലേക്ക് ആ ശരീരം എടുത്തെറിഞ്ഞ് ചുട്ടുകരിച്ചു. അതാണ് വർത്തമാനകാല ഇന്ത്യൻ പരിസരത്ത് RSS വന്ദേ മാതരത്തെ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അപ്പോഴാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പൂർണ്ണതോതിൽ മുഴങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞില്ല. ശരി, ആവട്ടെ. പക്ഷെ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ലോക്ഭവനെ പ്രതിഷേധം അറിയിക്കണ്ടേ? പ്രതിഷേധം അറിയിക്കാൻ ആർജവമില്ലെങ്കിൽ അസംതൃപ്തി അറിയിക്കണ്ടേ? അറിയിച്ചോ? ഉടനെ RSSന്റെ മുഖപത്രം ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനമെഴുതി, മുഖപ്രസംഗം എഴുതി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ ഒരു BJP ഇതര ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഓർഗനൈസറിൽ ലേഖനം വരുന്നത് ആദ്യമാണ്. ആദ്യം RSSന്റെ അഭിനന്ദനം. അവിടെ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രത്തൻ കേൽക്കർ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പദവിയിൽ ഉണ്ടാവും, ആ കാര്യം ഉറപ്പ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവണോ? അതാണ് ചോദ്യം. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴാണ് കേട്ടത്? സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരനായ പ്രിയപ്പെട്ടവനായ രത്തൻ കേൽക്കർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത സർക്കുലറിൽ BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീൽ പതിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനെ BJPയുടെ ഓഫീസാക്കി മാറ്റിയ സംഘപരിവാരത്തിന്റെ വിനീത വിധേയൻ. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. നിയമസഭയിൽ മുഴങ്ങിയ നയപ്രഖ്യാപന പ്രസംഗം, ഈ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വിമർശനം പോലുമില്ല, ഒരക്ഷരമില്ല. 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ, കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, കേരളീയരെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദുർബലമായ വാക്കുകൊണ്ടുപോലും പ്രതിരോധം തീർക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായില്ല. ഒരു ദശാബ്ദത്തിനു ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം കേട്ട ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഇത് ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ പിന്തുണയ്ക്കും. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ? BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് BJPയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു, അറിയിച്ചു. കേരളത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ? NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പൂച്ചെണ്ടു കൊടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ലേഖനം. നയപ്രഖ്യാപനം ഞങ്ങളുടേത് കൂടിയാണ് എന്ന BJPയുടെ പ്രസ്താവന, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പിന്തുണ. ഇതാണ് ഈ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോ ദിവസവും ജനവിരുദ്ധമായ തീരുമാനങ്ങളും, ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വഞ്ചനാപരമായ നിലപാടും
അത് സംബന്ധിച്ച വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിപൽക്കരമായ ഒരു സമീപനമാണ്. സംഘപരിവാരവുമായി കൈകോർത്ത് BJP-യുടെ ബി ടീമായി ഈ കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സാധാരണ നിലയിലുള്ള ജീവിതം അസാധ്യമാവുന്ന നാടായി കേരളം മാറും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമ്മൾ കേൾക്കുന്ന അത്യന്തം അനുചിതമായ വാർത്തകൾ നാളെ ഇവിടേക്കും വരും. ഇത് ഇന്നലെ വരെ കേരളം സ്വീകരിച്ചിരുന്ന നിലപാടുകളെ ഇന്ന് അപ്രസക്തമാക്കി മാറ്റുന്ന ഒന്നായി നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ്. ഈ അപകടത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ തുല്യരായി സമാധാനത്തോടെ സംതൃപ്തമായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുകൂടി അർത്ഥമുണ്ട്. അങ്ങനെയല്ല അർത്ഥം, അങ്ങനെ കൂടി അർത്ഥമുണ്ട്. ആ മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ സംഘപരിവാർ വിദ്വേഷത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ്സു കുനിച്ച് വിനീത വിധേയരായ ഭൃത്യരായിരിക്കുന്ന കേരളത്തിലെ UDF-ന്റെ ജനവിരുദ്ധതയെ തുറന്നു കാണിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ നാടിന്റെ യൗവനം കൂടുതൽ ഊർജ്ജസ്വലമായി സമരരംഗത്തിറങ്ങേണ്ട നാളുകളാണ് വരാൻ പോകുന്നതെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോഴുള്ളത്. ജീവൻ നൽകിയും നാടിനെ കാത്തവരാണ് ഇന്നലകളിൽ ഡിവൈഎഫ്ഐ. വരും നാളുകളിലും ആ മഹാപാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ നാടിന്റെ പ്രതീക്ഷയ്ക്കൊത്തുയരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരർത്ഥത്തിൽ വരാനിരിക്കുന്ന സമര പ്രഖ്യാപനമാണ് ഇവിടെ ഓരോ സമ്മേളനത്തിന്റെയും വേദികളിൽ മുഴങ്ങുന്നതെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നാടിന്റെ ഭാവിയെ കരുതി ഡിവൈഎഫ്ഐ എന്ന 4 അക്ഷരങ്ങളെ, ആ 4 അക്ഷരങ്ങൾ ആലേഖനം ചെയ്ത ശുഭ്രപതാകയുടെ കീഴിൽ അണിനിരന്ന ഇന്നത്തെ യൗവനത്തെ നമുക്ക് ഇന്നലകളിലെ യൗവനത്തിന് മനസ്സറിഞ്ഞ് പിന്തുണയ്ക്കാം, അവർക്ക് കരുത്തു പകരാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കേവർക്കും പ്രിയങ്കരനായ സഖാവ് കോടിയേരിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമ്മേളന വേദിയിൽ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അഭിവാദ്യം.